ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോണ്ട സ്പ്ലെൻഡറിൻ്റെ ഒരു റിപ്പയറിംഗ് വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് ഇതിനകത്ത് കംപ്ലയിൻസ് ആയിട്ട് പറഞ്ഞു ഞങ്ങളത് കംപ്ലയിൻ്റ് അല്ല, ഒന്ന് എഞ്ചിൻ ഓയിൽ മാറാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിങ്ങുമല്ല. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് ഓയിൽ നമ്മൾ അയച്ചിട്ടു. ഓയിൽ അയച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഓയിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രൈ ചെയ്ത് പോകുന്നില്ല, കറക്റ്റായിട്ട് പോയിട്ട് തന്നെ ഓയിൽ അയച്ചിട്ടിട്ടും ഓയിൽ താഴേക്ക് വീഴുന്നില്ല. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്ക് തുറന്നു കഴിഞ്ഞപ്പോഴാണ് ആ എയർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് വീണത്. അപ്പോൾ ശരിക്കും അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ബ്രീത്തിങ് നടക്കുന്ന ഒരു പൈപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് പാർട്സുകൾക്ക് അത്യാവശ്യം ബ്രീത്തിങ് നടക്കും ഉള്ളിലേക്ക്. ആ പിസ്റ്റൺ ടോപ്പിലേക്കും TDCയും PDCയും വർക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഉള്ളിലേക്ക് എടുക്കുകയും പോവുകയും ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ബ്ലോക്കായി പോയേക്കാം. ഈ പൈപ്പ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴുക്ക് കയറിയിട്ട് അത് ബ്ലോക്കായേക്കാണ്. അപ്പോൾ ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് എഞ്ചിനിൽ എയർ സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ ഓയിൽ അഴിച്ചിട്ട് ഓയിൽ പോരില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയ കാരണം കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വളരെ കട്ടി കുറഞ്ഞ ഭാഗങ്ങൾ എവിടെയാണോ അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ പ്രഷർ പുറത്തേക്ക് തള്ളിപ്പോകും. അത് നമുക്ക് ഓയിൽ സീലാണ് ഏറ്റവും കൂടുതൽ ഒരു കട്ടി കുറവായിട്ടുള്ളൊരു ഐറ്റം വരാം. അപ്പോൾ ഓയിൽ ലീക്കായിട്ടാണ് വരേണ്ടത്. പക്ഷേ കറക്റ്റ് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയത് കൊണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ അത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇടണമെന്ന് കേട്ടോ. അപ്പോൾ എൻജിൻ ബ്രീത്തിങ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ സംഭവിക്കാമെന്ന് വെച്ചാൽ ഒന്നാമത് വലിയ ചെറിയ വേരിയേഷൻസ് വരും. അതിന് ശേഷവും പറഞ്ഞാൽ ആ എയർ പ്രഷർ ശരിക്കും പറഞ്ഞാൽ ഓയിൽ സീൽ തള്ളിയിട്ട് ഓയിൽ ലീക്കായിട്ടാണ് പുറത്ത് വരാം. അപ്പോൾ ആ ഭാഗം കൂടി ക്ലിയർ ചെയ്തിടുന്നുണ്ട്. എൻജിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗിയറിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗൺ പിനിയൻ സെറ്റ് യൂണിറ്റ്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 100 രൂപയാണ് അതിന് കോസ്റ്റ് വരാം. കമ്പനി ആയിട്ട് കേട്ടോ, ഒറിജിനൽ പാർട്സാണ്. പിന്നെ അതേപോലെ തന്നെ കേബിൾ നമുക്ക് തന്നെ യൂസ് ചെയ്താൽ മതി. കാരണം കേബിള് പൊട്ടലൊന്നുമില്ല. ഈ ക്രൗൺ പിനിയനാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ക്രൗണും പിനിയനും ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ലൈനർ ഏകദേശം ഒരു 70-75% കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാം. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിനൊക്കെ കഴിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ ഓയിൽ മാറ്റിയ കൂട്ടത്തിൽ കൂടെ നമ്മളിപ്പോൾ ഈ പൈപ്പ് അഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൈഡ് കൂടെ കഴിച്ചാണ്. ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് തരുന്നത് എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് അറിയാനായിട്ട്. എയർ ഫിൽറ്റർ മൊത്തം പൊടിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടോ നമുക്കിതിന് വന്നത് ഫോം ടൈപ്പ് ഫിൽറ്ററാണ്. ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൈഫ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ മാറേണ്ട ടൈമിലേക്ക് എത്തി, കാരണം മൊത്തം പൊടിഞ്ഞു പോയേക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 2 എയർ ഫിൽറ്ററും അതിൻ്റെ ഹോൾഡറും കൂടിയിട്ട് മാറ്റിയാലാണ് അത് പ്രോപ്പറായിട്ട് നിൽക്കുള്ളൂ. കാരണം ഇത് ഈ സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പിട്ടുണ്ട്. അത് പൊടിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഈ 2 ഐറ്റം മാറ്റിയിട്ടേക്കാം കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാർബറേറ്ററൊക്കെ ബ്ലോക്ക് വരും, മൈലേജ് ഷോട്ട്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതൊക്കെ അതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റായിട്ട് വേറെ വഴിക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളത് അഴിക്കുമ്പോൾ അത് കണ്ടതുകൊണ്ട് ആ കൂട്ടത്തിൽ കൂടെ അതും കൂടി ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അഴിച്ചപ്പോൾ നമ്മളത് കണ്ടപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ തന്നെ ഈ എയർ ഫിൽറ്ററും അതിൻ്റെ ഹോൾഡറും മാറ്റിയിടുന്നുണ്ട്, ഗിയറിൻ്റെ സ്പീഡോമീറ്റർ സെറ്റ്, ഗിയർ സെറ്റ് മാറുന്നുണ്ട് ഫ്രണ്ട്. ഇത്രയായിട്ടാണ് നമ്മൾ ചെയ്യണത്. പിന്നെ നമുക്ക് അതിൻ്റെ സർവീസ് ചാർജ്, ലേബർ ചാർജും കാര്യങ്ങളും വരും. പിന്നെ അതേപോലെ ചെയിനും ബ്രേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം അത്യാവശ്യം ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. എന്തായാലും വൈകുന്നേരത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം.